ഞാൻ ഞെട്ടിപ്പോയി കണ്ടപ്പോ. എന്നാന്ന് വെച്ചാ 25 വർഷം പഴക്കമുള്ളതും ഇപ്പോഴും ബ്രാൻഡ് ന്യൂ പോലെ വെച്ചിരിക്കുന്നു. ഇനി ഒരുക്കാനൊരു സംഗതി ഉണ്ട്. കേക്ക് മുറിച്ച് നമുക്ക് ക്രിസ്മസിനെ വരവേൽക്കാം. അമ്മേനെ ഒന്ന് മണപ്പിച്ചു നോക്കിയേ. നാളെ കിട്ടാതെ എങ്ങനെ ഓമനിക്കും. വാടി ഇങ്ങനെ ഒരു അമ്മയായതുകൊണ്ട് കൂടെ നിന്നു. എന്ത് പാടായി പോയെന്നറിയോ? അതൊന്ന് കാണണ ഏതായാലും. അമ്മ നക്ഷത്രം കണ്ടുപോയി. ഞാനും അപ്പൊ എങ്ങനെ കരോളിന് പോവാട്ടോ. അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ കടക്കുവാണ്. ചിലരിങ്ങനെ പറയും വില പറയണത് ശരിയല്ല എന്നൊക്കെ. ക്രിസ്മസ് സ്പെഷ്യൽ അൺബോക്സിംഗ് ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത് ക്രിസ്മസിന്റെ അന്ന് എടുക്കാനല്ല, ന്യൂ ഇയറിലേക്കുള്ളതാട്ടോ. ഒക്കെ സംഭവിച്ച് നമ്മൾ മൊത്തം ഒരു മാനസിക നില അത്ര നല്ല സന്തോഷത്തിലുള്ള ഒരു നിലയിലല്ല. ഇപ്പൊ വീണ്ടും മസിലിനൊക്കെ വേദന ഉണ്ടാവാനൊക്കെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ തുടങ്ങി ഓരോന്നെ തുടങ്ങുന്നത്. നാളെ രാവിലത്തേക്ക് ഉണ്ടാക്കാനായിട്ട് പാലപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നിങ്ങൾ ഒരു വ്ളോഗ് ടൈപ്പ് വീഡിയോ ആണ് കാണാൻ പോകുന്നത്. അതായത് ക്രിസ്മസിന് മുന്നേ ഉള്ള നമ്മളുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ. അതായത് ക്രിസ്മസിൻ്റെ തലേ ദിവസത്തെ വിശേഷങ്ങൾ ഇതിലുണ്ട്, ക്രിസ്മസിൻ്റെ തലേന്നത്തെ അതായത് 23-ാം തീയതിയിലത്തെ വിശേഷങ്ങളുണ്ട്, 21-ാം തീയതിയിലത്തെ വിശേഷങ്ങളും ഉണ്ട്. അതായത് ഒറ്റ ദിവസത്തെ വിശേഷങ്ങളല്ല, ഈ 3 ദിവസത്തെ വിശേഷങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യം തൊട്ടൊന്ന് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഞാൻ ഓരോ ദിവസത്തെ ആ ഡേറ്റ് അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം തൊട്ട് കാണുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ആ ഓർഡർ അനുസരിച്ചിട്ട് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. ഫാമിലി ഗ്രൂപ്പിലെ റീൽസ് ഇട്ടിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ. എന്നറിയാമോ, അമ്മയുടെ ഗ്രാൻഡ് മദർ ഇല്ലേ, ഗ്രാൻഡ് മദറിൻ്റെ രണ്ടാമത്തെ ആങ്ങള ഗാർഡനൊക്കെയുള്ള പാർക്ക് പോലെയുള്ള വീടെന്ന് നീ പറയൂലേ, അവിടുത്തെ 3ാമത്തെ ആൻറ്റി. ഈ ക്രിസ്മസ് സീസൺ ആകുമ്പോൾ 25 വർഷം മുമ്പ് വരെയും പഴക്കമുള്ള ട്രീകളും ഇതുമെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് ഇങ്ങനെ ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് എല്ലാ അലങ്കാരങ്ങളും ഒരു റൂമിൽ സെറ്റ് ചെയ്ത് വെക്കണം. അതെന്താ നമ്മുടെ അമ്മയുടെ ഫാമിലി ഗ്രൂപ്പിൽ കിടപ്പുണ്ട്. ഞാൻ ഇന്നലെ അപ്പം ജോബിന് അതിൽ എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ ആരും ഇത് അറിഞ്ഞില്ലല്ലോ എന്ന്. അപ്പോൾ അവർ വേറെ ഏതോ വീട് റെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ കുട്ടിയാണ് ഈ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്തേക്കണേ. പറയുന്നുണ്ട് ഞങ്ങളുടെ ഹൗസ് ഓണർ ആൻറ്റിയായി തന്ന. അപ്പം ആ ആൻറ്റിയുടെ അപ്പച്ചനും അമ്മയും എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ആങ്ങളെയാണ്, ബ്രദർ ആൻഡ് വൈഫാണ്. അവർ പണ്ട് മുതലേ അവരുടെ വീട്ടിൽ പുഴയോരത്തെ വീട്, നെച്ചൂര്, ഭയങ്കരമായിട്ട് ഗാർഡനും ഇതും ഉണ്ടായിരുന്നു. ഓർക്കണില്ല അവിടെ കണ്ടുപോയത്. ഇങ്ങനെ നല്ല രസം. അവർക്ക് എല്ലാവർക്കും, ആ ആൻറ്റിമാർക്ക് എല്ലാവർക്കും നല്ല ടേസ്റ്റാണ് വീട് ഡെക്കറേറ്റ്. ഞാൻ ഞെട്ടിപ്പോയി കണ്ടപ്പോൾ. എന്നാന്ന് വെച്ചാൽ 25 വർഷം പഴക്കമുള്ളതും ഇപ്പോഴും ബ്രാൻഡ് ന്യൂ പോലെ വെച്ചിരിക്കുന്നു. അതപ്പോൾ പറഞ്ഞു ഡിസംബർ ആവുമ്പോഴേ ഓരോന്നും ഇങ്ങനെ ക്ലീൻ ആക്കി പതുക്കെ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് ഒരു റൂമിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. നമ്മുടെ ഇതിൽ കിടപ്പുണ്ട്. അപ്പൊ നമ്മള് ക്രിസ്മസിനെ വരവേൽക്കാനായിട്ട് വീടൊരുക്കി, ഡെക്കോർ ഐറ്റംസ് മേടിച്ചു, ടേബിൾ ഒരുക്കി. ഇനി എന്താണ് നമുക്ക് ഒരുക്കാനുള്ളത്? ഇനി ഒരുക്കാനൊരു സംഗതി ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒരുക്കാനുണ്ട്. അതുണ്ട്. അത് കൂടാതെ അതിന് തവണ അപ്പയാണ് ഈ കേക്ക് മേടിച്ചിരിക്കുന്നത്. നമ്മുടെ ബിജു പറഞ്ഞ അനുസരിച്ചാ ബ്ലൂ ലേബലുള്ളത് മേടിച്ചത്. ആൻസിന്റെ പ്ലം കേക്ക്. അത് റേറ്റ് ഉണ്ട് ഇതില്. റേറ്റ് പറയാട്ടോ. റേറ്റ് എന്ന് പറയുന്നത് 890 രൂപ അല്ലേ, 900 ഗ്രാം. ബില്ലും ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കേക്ക് കഴിക്കാൻ പോകുന്നത്. നമ്മളാരും കഴിച്ചിട്ടില്ല. കേക്ക് മുറിച്ച് നമുക്ക് ക്രിസ്മസിനെ വരവേൽക്കാം. ഏത് കേക്കാണേലും ഏറ്റവും കറന്റ് ആയിട്ടുള്ളത് മേടിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. അത് ശരിയാണ്. പക്ഷേ ഈ ക്രിസ്മസ് സീസണൊന്നും അങ്ങനെ കിട്ടണമെന്നില്ല. അതില്ല. കാരണം അവർക്കും പല പരിമിതികൾ ബൾക്കായിട്ട് ഉണ്ടാക്കി അവർ സപ്ലൈ ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോൾ പക്ഷെ നല്ല മനോഹരമായിരിക്കുന്നു ഈ പാക്കറ്റ്. ഞാൻ വളരെ ആഗ്രഹിച്ചു ഈ കേക്ക് തന്നെ കഴിക്കണം. ബ്ലൂ കളറിലുള്ള ഈ പാക്കറ്റ് അവരുടെ ഓർഡിനറി പ്ലം കേക്കിന് റെഡാണ്, അതും വളരെ മനോഹരമാണ്. അകത്ത് വേറെ കളറാണല്ലോ. അകത്ത് റെഡാ. അല്ല, അവരതിന്റെ പാക്കിങ്ങിൽ അവരത്, കാരണം പ്രീമിയം കേക്കല്ലേ, സ്ക്വയറാ. അല്ല അത് നന്നായി മുറിക്കാനായിട്ട് വേസ്റ്റ് വരൂല. ആ പേപ്പർ കളയണ്ട, നമുക്ക് സൂക്ഷിച്ച് വെക്കാം. വീണ്ടും കവർ എടുത്തോ?
അത് 2 എണ്ണം. ഇത് 2 കവറായി. ഇനി ഇത് 3-മത്തെ. ഓ കൊറേ ഉണ്ടല്ലോ അപ്പൊ. 4-മത്തേതും ഉണ്ട്. അതെ അടുത്തത് ഇനിയും ഉണ്ട്. ഇപ്പൊ എത്ര കവറായി? 4-മത്തെയാണ് ഇപ്പൊ. ഇത് 1 2 3 4 ഇത് 5. ഈ കവറും കൂടെ ചേർത്ത്, ഈ കവറും കൂടെ ചേർത്തിട്ട് ഇത് 5-മത്തെ കവറാ. മണം നല്ല വാസനയാട്ടോ. ഒരു രക്ഷയില്ലാത്ത വാസനയാ. അമ്മേനെ ഒന്ന് മണപ്പിച്ചു നോക്കിയേ. നാളെ കിട്ടാതെ എങ്ങനെ ഓമനിക്കും? അമ്മ മറുപടി ഒന്നും പറയണില്ലല്ലോ. ഇതിങ്ങനെ ഇതാ. അപ്പൊ ഇത് 6-മത്തെ. ഈ ബ്ലൂ കവറും കൂടെ ചേർത്താ ഞാൻ എണ്ണുന്നേ. ഇനി ഒന്നോടെ ഉണ്ട്. ഇനി 7-മത്തെ ഉണ്ട്. ഇത് 6-മത്തെയാണ്. ഇനി 7-മത്തെ കവറ്. അതും കൂടെ തുറന്നാലാണ് കഴിക്കാനാവുള്ളൂ. പക്ഷെ 5-മത്തെ കവർ തുറക്കുമ്പോഴേക്കും നല്ല വാസന വരുന്നുണ്ട്. നല്ല മണ. നമ്മൾ ഇവിടെ ഇരുന്നാൽ തന്നെ കിട്ടുന്നുണ്ട്. നിറച്ച് റീസൺസ് ആണല്ലോ. വാവ്. ഇത് എത്രാമത്തെ? 7-മത്തെ കവർ. അമ്മ ഇത് കണ്ടോ അമ്മേ? മോഹിപ്പിക്കുന്ന മണം. നിറച്ച് ഫ്രൂട്ട്സ്. മണത്ത് നോക്കി. അതന്നെ അങ്ങനെയൊക്കെ സോ സോഫ്റ്റ്. നോവോന്നറിയാനാണോ? ആഘോഷമായിട്ട് അങ്ങ് മുറിക്കാം. ഈ ഫ്രൂട്ട്സ് അധികമായതുകൊണ്ട് ഈ മുറിക്കല് വലിയൊരു തലവേദനയാണ്. നിറച്ച് ഫ്രൂട്ട്സ് ആട്ടോ. ഫുൾ ഓഫ് റൈസിൻസ്. സൈഡിൽ നിന്ന് മുറിച്ച് വന്നതല്ലേ എളുപ്പം. പെടന്നു പോവും, ഇങ്ങോട്ട് മറിഞ്ഞാടും. ഞാൻ ഉള്ളിൽ നിന്നാ മുറിക്കണം. അപ്പൊ എന്നാന്ന് വെച്ചാൽ പെടന്നു പോവില്ല. എന്തോരം റൈസിൻസ് ആ നോക്കിയേ. എടുത്തു. അപ്പൊ ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കിയേ എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. ഇത്രയും റൈസിൻസ് വരുന്ന കേക്ക് ഞാൻ അധികം അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ. ടേസ്റ്റ് ചെയ്യണില്ലേ? ബാമേ ഞാൻ എടുത്തോളാം. എങ്ങനെയുണ്ട് കേക്ക്? കഴിക്കാൻ വാ. അമ്മക്ക് ഇതിലൊന്നും ഒരു പുതുമയില്ല മോളെ. കഴിച്ചോ കഴിച്ചോ. അത് റൈസിൻസ് ഇരിക്കണുണ്ടോ അതിനകത്ത്? അതിന്റെ പേര് തന്നെ അങ്ങനെയല്ലേ. അപ്പൊ പിന്നെ കളിയൊന്നും വേണ്ട. അതൊക്കെ കുറച്ചൊന്ന് വായിച്ചു നോക്കണം. വായിക്കണം. ചുമ്മാതെ മണാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ കഴിച്ചു നോക്കിയാൽ. ഞാൻ കഴിച്ചോളാം. അവള് കഴിച്ചില്ല. സൂപ്പർ ഫുൾ മുന്തിരിങ്ങയല്ലേ. ഇത് മേടിക്കാൻ പ്രധാന കാരണം കഴിഞ്ഞ ആഴ്ച ബിജു ഇവിടെ വന്നപ്പോ ചേട്ടന്റെ മോൻ ബിജു പറഞ്ഞ അൻസീന ഈ കേക്ക് മേടിച്ചു വളരെ കേമാണ്. ഞാൻ ഇത്തവണ അത് ഇരിക്കട്ടെ എന്ന് കരുതി. ഇത് കറന്റ് ഡേറ്റ് ആണ്. സൂപ്പർ. കടും മധുരമില്ല. എനിക്ക് തോന്നുന്നു ഇത്രയും റേസിൻസ് വരുമ്പോ കൂടുതൽ മധുരം ചേർത്ത് കഴിഞ്ഞാൽ മട്ടിപ്പ് വരും. അതുകൊണ്ടാ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒട്ടും കടും മധുരം എന്നുള്ള ലെവലല്ല. എന്തോ ആദ്യം കഴിച്ചപ്പോൾ അങ്ങനെ ഒരു ഫേവററ്റ് എന്നുള്ളൊരു നിലയിൽ എനിക്ക് തോന്നിയില്ല. പക്ഷേ വീണ്ടും വീണ്ടും കഴിക്കുമ്പോഴാണ് കേട്ടോ എനിക്കതിനോടുള്ള കൂടുതൽ ഇഷ്ടം വന്നത്. ആദ്യം ഞാൻ പറഞ്ഞില്ലേ എന്തോ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷെ പിന്നീട് എനിക്ക് വളരെ ഇഷ്ടക്കൂടുതലായി വന്നു കേട്ടോ. ഓൾ അവൈലബിൾ റിസോഴ്സസ് ആർ ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ്. പൊടിയല്ല ഇതിലേക്ക്. എന്ത് പാടായിപ്പോയെന്നറിയോ? അമ്മ നക്ഷത്രം കണ്ടുപോയി. ഇങ്ങനെ ഒരു അമ്മയായതുകൊണ്ട് കൂടെ നിന്നു. ഏത് ലൈറ്റ് ഇടാനാ? അതൊന്ന് കാണുന്ന വീഡിയോ പിടിക്കേണ്ടതായിരുന്നു. അത്രയ്ക്ക് പാടായിരുന്നു. ആണോ? പഴയ പച്ച ഓസില്ലേ അതിനകത്തേക്കെല്ലാം വയറ് കമ്പി കുത്തിക്കിടത്തി, വയറ് ആദ്യം കമ്പി കുത്തിക്കിടത്തി വളച്ച് അതിനകത്തേക്ക് വെക്കും നിവർത്താൻ. എന്നിട്ട് പിന്നെ വയറ് അതിനകത്തേക്ക് അറ്റത്ത് കുനിപ്പ് പിടിപ്പിച്ച് വെച്ച് വെക്കും. എന്നിട്ട് അങ്ങനെ കംപ്ലീറ്റ്. അതൊക്കെ ഒന്ന് നമുക്ക് കാണിക്കാട്ടോ. അതൊക്കെ കാണിക്കാം. ഞാനും അപ്പം ഇങ്ങനെ കരോളിന് പോവാട്ടോ. അമ്മ എപ്പോഴാണ് വരണമെന്ന് പറഞ്ഞേ? അമ്മ കുറച്ച് കഴിഞ്ഞാൽ വരുള്ളൂ. കരോളിന് പോകുന്നത് ഡിസംബർ 23 വൈകിട്ടാണ് കേട്ടോ. അന്നാണ് നമ്മുടെ കരോളിൻ്റെ കലാശക്കൊട്ട് ദിവസം. അപ്പം ഞാനും അപ്പയും കൂടെയാണ് പോണത്. കുറച്ചധികം വീടുകൾ നമുക്ക് നടന്ന് പോകാനുണ്ട്.
അപ്പോൾ അതുകൊണ്ട് അമ്മ പറഞ്ഞു കലാശക്കൊട്ട് സമയമാകുമ്പോഴേക്കും അമ്മ എത്തിയേക്കാന്ന് പറഞ്ഞു കേട്ടോ. ദേ എല്ലാ വീടുകളിൽ നിന്നും തന്നെ നമുക്ക് ഓരോ ഇതുപോലെ സ്നാക്ക് ഐറ്റംസ്, ഫ്രൂട്ട്സ് അങ്ങനെ ഓരോന്നും നമുക്ക് കഴിക്കാനായിട്ടൊക്കെ തരും കേട്ടോ. അപ്പോൾ നല്ല മഞ്ഞുള്ള ഒരു ദിവസമായിരുന്നു അന്ന്. ദേ പരിപ്പുവടയൊക്കെ കണ്ടോ? പരിപ്പുവട, കട്ടൻ കാപ്പി എന്ന് തുടങ്ങി പല വിധത്തിലുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. ചിലയിടത്ത് ദേ നമ്മുടെ ക്രിസ്മസ് പപ്പ, ചിലയിടത്ത് മധുരമാണെങ്കിൽ ചിലയിടത്ത് നമുക്കിതുപോലെ മധുരം ഇല്ലാത്ത ഐറ്റംസ് ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെ മടുപ്പൊന്നും ഉണ്ടായില്ല കേട്ടോ. ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോഴേക്കും ഈ സ്റ്റാറുകൾ കണ്ടോ? ആ സ്റ്റാറുകൾ ഇങ്ങനെ പല വിധത്തിൽ പല നിറങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്ന ചില LED സ്റ്റാറുകളൊക്കെ കാണുമ്പോൾ എനിക്കത് ഒരുപാട് ഇഷ്ടമായിട്ട് ഞാനത് വീഡിയോ എടുക്കാറുണ്ട് കേട്ടോ. വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ നിങ്ങളെയും കൂടെ കാണിക്കാമല്ലോ എന്ന് കരുതി. ഈ സ്റ്റാറിന് എന്തോ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടോ. ഇത് LED ആണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു വീട്ടിൽ ചെന്നപ്പോൾ കണ്ടോ, ദേ ഈ ഒരു ട്രഡീഷണൽ പാറ്റേണിൽ പുൽക്കൂട് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് എനിക്കത് ഇഷ്ടമായി. നല്ല രസമുണ്ട് കാണാനായിട്ട്. അവരുടെ ആ ഒരു പ്രെമിസസിൽ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ വീടുകളിലും നമുക്ക് ചെല്ലുമ്പോൾ ഓരോ ക്രിസ്മസിൻ്റെ വൈബാണ് നമുക്ക് കിട്ടുന്നത്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ ക്രിയേറ്റിവിറ്റിയും അവരുടെ ഇഷ്ടങ്ങളൊക്കെ അനുസരിച്ച്. ഇത് ഹോം മെയ്ഡ് പ്ലം കേക്ക് ആൻഡ് ക്യാരറ്റ് കേക്ക് ആയിരുന്നു. നല്ലായിരുന്നു കേട്ടോ. കണ്ടില്ലായിരുന്നു അതാ. അപ്പം പോയി കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിയായി. അങ്ങനെ തീരാറൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് വീടുകളും കൂടെ ബാക്കിയുണ്ട്. അന്നേരം അമ്മ ജോയിൻ ചെയ്തു കേട്ടോ. പിന്നെ ഞാനും അമ്മയായി. അപ്പ പോയി. ഞാൻ ആ ഒരു ദിവസം ഫുൾ ടൈം ഉണ്ടായിരുന്നു. അല്ല, പകുതി വെച്ചിട്ടാട്ടോ ഞാൻ ജോയിൻ ചെയ്തത്. ഞാൻ വന്നപ്പോൾ ലേറ്റായി. അപ്പോൾ പകുതി വെച്ചിട്ടാണ് ജോയിൻ ചെയ്തത്. അങ്ങനെ ഓരോ വീടുകൾ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്ന നല്ല രസമാട്ടോ. കരോൾ സംഗീതമൊക്കെ പാടിയിട്ട് ദേ ഒരു വീട്ടിൽ സ്റ്റാർ കണ്ടോ? ട്രഡീഷണൽ മോഡലിലുള്ള റെഡ് കളർ സ്റ്റാർ. അത് കൊള്ളായിരുന്നു കേട്ടോ. ഒരെണ്ണൂടെ അമ്മ എടുക്കും. എനിക്ക് ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാനാ. എനിക്ക് ടേസ്റ്റ് ചെയ്യാനാ. പിങ്ക് കളറുള്ള ബുർക്ക ബീട്രൂട്ട് ആയിരിക്കും എന്ന് തോന്നണം. പിന്നെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ ഏറ്റവും കൗതുകം ഇതായിരുന്നു. നമ്മുടെ ക്രിസ്മസ് പപ്പ ഇങ്ങനെ കയറി ആ നൂലയിൽ ഇങ്ങനെ കയറി മുകളിലേക്ക് കയറിപ്പോവും, താഴേക്ക് ഇറങ്ങി വരും. അങ്ങനെ നല്ല രസമാണ്. അതൊരു നല്ല വൈബായിരുന്നു കേട്ടോ. മേത്തർ ബസാറിൽ പോയപ്പോൾ ഞാൻ അങ്ങനത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവിടെ ഇട്ടിരിക്കുന്നത് ഈ ബൾബുകളൊക്കെ കണ്ടോ? ഈ ബൾബുകൾക്ക് ഓരോ ബൾബുകൾക്കുള്ളിലും സ്നോമാൻ ഉണ്ട്. ലൈറ്റൊക്കെ അതിൻ്റെ അകത്ത് തന്നെ ഫിക്സ്ഡ് ആയിരുന്നു. അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഒരു പ്രത്യേക വൈബായിരുന്നു. ക്രിസ്മസ് ട്രീയുടെ ബാക്ക്ഗ്രൗണ്ടിൽ പല മോഡൽ ലൈറ്റുകൾ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കുറേ ഇങ്ങനെ വെറൈറ്റി ലൈറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറേ വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ ഈ വർഷത്തെ കരോൾ അവസാനിക്കുകയാണ് കേട്ടോ. നിങ്ങൾ ഏവർക്കും അസോസിയേഷന്റെ പേരിലുള്ള ജീവൻ ഒരു കലാശപ്പാട്ട് പാടിയത്. ഒരു കലാശ പാട്ടിലൂടെ അങ്ങനെ ഈ വർഷത്തെ കരോളിൻ്റെ അവസാന സംഗീതവും പാടി നമ്മുടെ കരോള് അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഒരുപാട് ശുഭപ്രതീക്ഷയും ഓർമ്മകളും ഒക്കെ ആയിട്ട് അടുത്ത വർഷം വരെ കാത്തിരിക്കണം അല്ലേ? ഒത്തിരി ഒത്തിരി നല്ല പ്രതീക്ഷകളും ഓർമ്മകളും ഒക്കെയാണ് ഓരോ കരോളും നമുക്ക് സമ്മാനിക്കുന്നത്. അവസാനം ചെറിയ രീതിയിലുള്ള റിഫ്രഷ്മെൻറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മൊത്തത്തിൽ എൻജോയ്മെൻ്റ് ആയിരുന്നു. ഈ വർഷത്തെ ക്രിസ്മസിന്റെ തലേന്ന് 24-ാം തീയതി വൈകുന്നേരം ആട്ടോ ഇന്ന്. നമുക്ക് ഈ രാവിലെ നല്ല തണുപ്പ്, രാത്രിയിൽ നല്ല തണുപ്പുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ചുമയും ഇതൊന്നും വന്നാൽ മാറണില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ കടക്കുവാണ്. അപ്പൊ അധികം പറഞ്ഞു നിൽക്കണില്ലെങ്കിൽ ചായ തകർത്തണം, ബീഫ് മേടിച്ചിട്ടുണ്ട്, അത് ശരിയാക്കി വേവിച്ച് റെഡിയാക്കി വെക്കണം നാളെ രാവിലത്തേക്ക്. അങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ട്. അപ്പം ഇവള് കൊണ്ടുവന്ന കിറ്റിൽ എന്തൊക്കെയാണെന്ന് ഒന്ന് തുറന്ന് നോക്കട്ടെ കേട്ടോ. അപ്പം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതെ. പിന്നെ നമ്മൾ മേടിക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ കാണിക്കണുണ്ടെന്നേ ഉള്ളൂ. കാരണം ഒരുപാട് പേര് നമ്മളോട് പറയാറുണ്ട് സാധനങ്ങൾ ഇങ്ങനെ മേടിക്കുന്നത് കാണിക്കുകയും ചെയ്യണം, അതുപോലെ അതിൻ്റെ റേറ്റും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉപകാരപ്രദമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിക്കണമെങ്കിൽ നമുക്കത് അഫോർഡ് ചെയ്യാവുന്നതാണെങ്കിൽ മേടിക്കാമല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രത്യേകിച്ച് റേറ്റ് ഉൾപ്പെടെ ബില്ല് കാണിക്കണം കേട്ടോ. അത് ഒത്തിരി പേരത് ആവശ്യപ്പെടാറുണ്ട്. അത് അങ്ങനെ ആവശ്യമുള്ളവർക്കത്, എനിക്കും ആരെങ്കിലും എന്തെങ്കിലും സാധനത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ അവരോട്
ഈ വീഡിയോയിലല്ല, ഞാൻ എൻ്റെ വീടുകളിൽ ബന്ധുക്കളുടെ ഒക്കെ അടുത്ത് ചെല്ലുമ്പോൾ എന്തെങ്കിലും പാത്രങ്ങളോ എന്തെങ്കിലും കാണുമ്പോൾ ഞാൻ ഇങ്ങനെ പുതിയതാണെങ്കിൽ അത് കണ്ടേച്ച് ചോദിക്കും എത്ര രൂപയാണെന്ന് ഞാൻ ചോദിക്കും. കാരണം നമുക്ക് മേടിക്കാൻ പറ്റിയതാണെങ്കിൽ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ, പ്രത്യേകിച്ച് ഞാൻ വീണ്ടും എടുത്ത് പറയുവാണ്, അതുകൊണ്ടാണ് വില പറയണത്. ചിലരിങ്ങനെ പറയും വില പറയണത് ശരിയല്ല എന്നൊക്കെ. പക്ഷെ അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വില അറിയണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, അതുകൊണ്ട് മാത്രം വില പറയണതാട്ടോ. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടാവുമല്ലോ. അപ്പം പിന്നെ അതിന് താല്പര്യമില്ലാത്തവർ അതങ്ങ് ശ്രദ്ധിക്കേണ്ടെന്ന് വെച്ചാൽ മതി, അല്ലാതെ ഇപ്പം എന്നാ ചെയ്യണം. അപ്പം നമുക്ക് ഓരോ സംഗതികൾ എടുക്കാം. ക്രിസ്മസ് സ്പെഷ്യൽ അൺബോക്സിംഗ് ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. നമുക്ക് ഓരോന്ന് എടുക്കാം. പച്ചക്കറികളാ, ഇത് വെജിറ്റബിൾ, ഇത് ഇവക്കുള്ള വെജിറ്റബിൾ ആട്ടോ. ബീൻസും ക്യാരറ്റും ആണ് മേടിച്ച. പക്ഷെ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ സാലഡ് ഉണ്ടാക്കാൻ പറ്റുമോന്ന് അറിയില്ല, സമയം ഉണ്ടാവുമോന്ന് അറിയില്ല. സംശയമായി വീഡിയോയുടെ ആണ്. ഇനിയിപ്പോ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ അമ്മ കറിക്കായിട്ട് അത് ഞാൻ കറിക്ക് മെഴുക്കുവരട്ടി തോരണം എന്തെങ്കിലും എടുത്തോളൂ. ഇവിടെ ഇരിക്കട്ടെ. അതെ, ഇത് പതിവ് മേടിച്ചോണ്ട് തന്നെ നിങ്ങൾ കാണുന്നതായി. കാരണം ഒരുപാട് വർക്കുണ്ട്. അപ്പൊ ആ വർക്കിനിടയിൽ സാലഡ് ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമോന്ന് അറിയില്ല. സംശയം മിക്കവാറും. അതിന്റെ ഇടയ്ക്ക് കരോള്, അതെ അല്ല കരോള് തീർന്നു. ഇന്നലെ കൊണ്ട് കരോള് തീർന്നു. 23-ാം തീയതി വൈകിട്ട് കൊണ്ട് 24-ന് കരോളില്ലല്ലോ, പള്ളിപ്പരിപാടികളല്ലേ. ഇനി ഇത് ഓരോന്ന് എടുക്കട്ടെ എന്നാ. തണുത്ത സാധനങ്ങളെല്ലാം ഒരു കവറിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നന്നായി. ഇത് പതിവ് പനീർ, മിൽക്കി മിസ്റ്റിന്റെ പനീർ. ഇതിന്റെ റേറ്റ് ഒന്ന് നോക്കിക്കാൻ വേണമെങ്കിൽ 125 രൂപയാ പനീറാട്ടോ. ഇത് നമ്മൾ സാധാരണ ഇവിടെ ഉപയോഗിക്കാൻ, ഇവിടെ സ്ഥിരം തന്നെ ഞാനും എടുക്കാറുണ്ട് ഉപയോഗിക്കാനായിട്ട്. പനീർ കൊണ്ട് ഞാനൊരു സാലഡ് ഡ്രസ്സിങ് ഉണ്ടാക്കും, നല്ല ടേസ്റ്റ് അതിന്. ഇഞ്ചി പേസ്റ്റ് 190 ഗ്രാം 64 രൂപ കേട്ടോ. ഫ്രഷ് ജിഞ്ചർ പേസ്റ്റ് 190 ആണല്ലേ. 190 ഗ്രാം 64 രൂപ. പിന്നെ ഇത് 124 ഗ്രാം വെളുത്തുള്ളി പേസ്റ്റ് 53 രൂപ കേട്ടോ. നോക്കിക്കോ, വെളുത്തുള്ളിക്കാണ് അപ്പൊ വില കൂടുതൽ. ഉള്ളിക്ക് വില കൂടുതലുണ്ടല്ലോ. ഇതാകുമ്പോ പാചകത്തിനൊക്കെ എളുപ്പമാണ്. ഇത് സ്ഥിരം ഇവിടെ മേടിച്ചോണ്ട് വരാറുണ്ട്. ഞാൻ തീരാറാകുമ്പോ പറയും നമുക്ക് ആവശ്യമുണ്ടെന്ന്. അപ്പം അതനുസരിച്ച് മേടിച്ച് ഇത് പൊട്ടിച്ച് ഞാൻ കുപ്പിയിൽ ഫ്രിഡ്ജിലാക്കി വെക്കും. നിങ്ങൾ കാണാറുണ്ട് കുപ്പിയിൽ എടുക്കണം. എന്നിട്ട് അത് തീരണ അനുസരിച്ച് നമ്മൾ എടുക്കുക പതിവ്. ഇത് പിന്നെ ചീസ, മിൽക്കി മിസ്റ്റിന്റെ ചീസ, ചീസിന്റെ ബാറ. ബ്രെഡ് സാൻഡ്വിച്ച് എല്ലാം ഉണ്ടാക്കുമ്പോ വെക്കാന്ന് വിചാരിച്ചാ. ഇതിന്റെ വില 79 രൂപ. വില കുറഞ്ഞത് നോക്കി എടുത്തത്. മിൽക്കി മിസ്റ്റ് അല്ലേ? അതെ. ഇവിടെ വെക്കട്ടെ. ഇത് വെക്കാൻ അമ്മ പ്ലേറ്റ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് മട്ടൺ ആയിരിക്കും. അതെ 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 അതെ. ലുലുവിലെ ½ kg ആണോ? ½ kg. അത് വേണമെങ്കിൽ ക്ലീൻ അല്ലെ എടുക്കുമ്പോ കാണിക്കാം. അതെ അതെ അതെ, തണുത്തിരിക്കും, അതുകൊണ്ടാ. 1 കിലോ 809 രൂപയാണ്. 1/2 കിലോ ആണ് ഞാൻ മേടിച്ചത് കേട്ടോ. ഇതിന്റെ വില ഇതിലുണ്ടാവൂലോ, ഇതിലൂടെ കവറിന്റെ ഉള്ളിലാ. ഏതൊന്ന് കാണിച്ചേക്കാം. അതെന്നാന്ന് വെച്ചാൽ പ്ലേറ്റിലെടുത്ത് കറിക്ക് എടുക്കുമ്പോൾ കാണിക്കാം കേട്ടോ. അതോ നോക്കിക്കോ, കാണാവോന്ന്. ശരിക്ക് ഞാൻ ഇങ്ങനെ വെച്ചോണ്ട് ഞാൻ വയ്ക്കാം. കാണാവോ? അപ്പം 1/2 കിലോ 552 ഗ്രാം 446 രൂപയാണ്. മട്ടൺ കറി കട്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ ഇത് ക്രിസ്മസിന്റെ അന്ന് എടുക്കാനല്ല, ന്യൂ ഇയറിലേക്കുള്ളതാട്ടോ. പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോകേണ്ട ആവശ്യം ഇല്ലല്ലോ ലുലുവിലേക്ക് ഓർത്ത് ഞാൻ മേടിച്ചത്. ക്രിസ്മസിന് നമ്മൾ ബീഫാണ് മേടിച്ചേക്കണം, ചിക്കൻ മേടിച്ചിട്ടില്ല. കുറച്ചായിട്ട് ഇപ്പോൾ ചിക്കൻ എടുക്കാറില്ല അങ്ങനെ. നമ്മൾ ബീഫാണ് കൂടുതലും മേടിക്കാറ് കേട്ടോ. ഇങ്ങനെ ആവശ്യങ്ങൾ വരുമ്പോൾ ഫിഷാണ് സ്ഥിരം ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് ഇച്ചിരി ഇറച്ചി എന്തായാലും മേടിച്ച് കറി വെക്കണമല്ലോ. അപ്പം അതിന് വേണ്ടിയാണ് എടുത്തേക്കണത്. അപ്പം ഇത്ര ഐറ്റം ഇനി എടുക്കട്ടെ. അതിലേക്ക് വെച്ചു ഞാൻ, തണുത്ത സാധനം ആയതുകൊണ്ട്. ഇത് നമ്മുടെ പതിവാ കോൺ. ഇതൊക്കെ എടുത്തു വെക്കാൻ പറ്റുമോ എന്ന് അറിയാൻ പാടില്ല, സമയമില്ലാത്ത കാരണം. ഒരു കോണിന്റെ റേറ്റ് ആയിരിക്കും ഇത്. കോണൊക്കെ പൊട്ടിച്ചേ കുപ്പിയിൽ ഇട്ട് വെക്കാൻ മാത്രം സമയമില്ല, തിന്നാനും സമയമില്ല. എന്നാലും ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് മേടിച്ചതാ. എനിക്കും ചുമ്മാ കോൺ കഴിക്കാൻ ഇഷ്ടം, പിന്നെ മസാല ഇട്ട് ചെയ്യാൻ. ബട്ടർ ഇട്ട് ഒന്ന് സോട്ട് ചെയ്ത് നോക്കാം. തണുപ്പൊക്കെ അല്ലേ? അതെ. ഇത് പിന്നെ പതിവ് ഓട്സ്, റോൾഡ് ഓട്സ്. ഇപ്പൊ സ്ഥിരം ഇതിന്റെ കഞ്ഞിയാ കുടിക്കണേ. വൈകിട്ട് സമയമില്ലാത്ത കാരണം ഓട്സിന്റെ കഞ്ഞി വേഗം അങ്ങ് ഉണ്ടാക്കി കഴിക്കും. പിന്നെ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 5 ദിവസം ആയോളൂ. മീൻകറിയൊന്നും ഇല്ലല്ലോ, 5 ദിവസം ആയോളൂ കേട്ടോ. അപ്പൊ അത് കാരണം പിന്നെ ഇതാകുമ്പോ പിന്നെ ഇച്ചിരി മോരുകാച്ചോ എന്തെങ്കിലും ഒഴിച്ച് ഇച്ചിരി പിക്കിളും ചേർത്തായി ഇവിടെ മിക്കവാറും. ഇതിന്റെ വില ഇതിലുണ്ടാവൂലോ. അതെ, 86 രൂപ. ഗ്രാമം വേണമെങ്കിൽ പറഞ്ഞേരെ. ഗ്രാമം ഉണ്ടോ? അതിലുണ്ടാവൂലോ. ഇവിടെ അല്ല, വേറെ സ്ഥലമാണോ?
ആ ഏതായാലും 86 രൂപ ഒരു പാക്കറ്റ്. ഇത് ഏതെങ്കിലും ഗ്രാം ഉണ്ടാവും. എനിക്ക് കണ്ണാടി എടുത്ത് വെച്ചാലേ പറ്റുള്ളത്. അപ്പം ഇത് ഇടയ്ക്ക് മേടിക്കാറുള്ളത്. ആ ഓട്സ് സ്വല്പം കണ്ടതിൽ കിടപ്പുള്ളൂ. അതെ അതെ അതെ, പൊട്ടിച്ചിടാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ അൺബോക്സിംഗിൽ ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ വേറെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞായിരുന്നു. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാമല്ലോ, നമ്മൾ അത് ഈ കൂടെ അങ്ങ് പറയാം. ഞാൻ എന്നു വെച്ചാൽ ഒരുപാട് ഐറ്റം ഉണ്ടാക്കണില്ല. പല കാരണങ്ങളുണ്ട് അതിന്. ഒന്നാമത്തെ കാര്യം, കുറേ മരണങ്ങളൊക്കെ ഈ അടുത്ത ഇടയ്ക്കൊക്കെ സംഭവിച്ച് നമ്മൾ മൊത്തം ഒരു മാനസിക നില അത്ര നല്ല സന്തോഷത്തിലുള്ള ഒരു നിലയിലല്ല. അതായത് എൻ്റെ അമ്മായിയുടെ മോൻ മരിച്ചൊക്കെ ഞാൻ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്രിസ്മസ് ഈസ്റ്റർ ഒക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഒരു സ്വല്പ ഐറ്റം എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേ നമുക്ക്? അല്ല കാണിക്കുമല്ലോ, ഒന്ന് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ബൈജു മരിച്ച കാര്യം 2 മാസമായുള്ളൂ. ഒക്ടോബറിലാണ് അവൻ്റെ മരണം ഉണ്ടായത്. അപ്പോൾ അതൊക്കെ കാരണം നമ്മൾ വളരെ ലളിതമായിട്ടുള്ളൊരിത്, ക്രിസ്മസ് അല്ലേ എന്ന് കരുതി എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കണം. അപ്പോൾ കാലത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പവും ചൂടാം. ബീഫ് മേടിച്ചിട്ടുണ്ട്. ആ ബീഫും കൊണ്ട് സ്വല്പം ഒരു പെരളം പോലെ ഒരു കുറുമ പോലെ ഉണ്ടാക്കാമെന്ന് ഓർത്തായിരിക്കണം കേട്ടോ. പിന്നെ ബീഫ് ഇച്ചിരി അധികം മേടിക്കുമ്പോൾ അപ്പം അത് പിന്നെ പിറ്റേ ദിവസം എപ്പോഴെങ്കിലും എടുത്ത് റോസ്റ്റും ചെയ്യാം. അപ്പം എന്നാണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് രാവിലത്തെ പരിപാടി. പിന്നെ ഞാൻ അപ്പോഴും പറഞ്ഞു, ബീഫിന് നെയ്യുള്ളത് കൊണ്ട് കപ്പ കിട്ടുവാണെങ്കിൽ, ഇപ്പം പാല് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ട്, വേറെ ഇച്ചിരി സാധനമൊക്കെ മേടിക്കാനുണ്ട്. അപ്പം അന്നേരം കപ്പ കിട്ടുവാണെങ്കിൽ മേടിച്ചോ, നാളെ വൈകുന്നേരം കപ്പയും ആ ബീഫിൻ്റെ നെയ്യും ഇച്ചിരി ബീഫും കൂടെ ഇട്ട് ഉലർത്തി ഉണ്ടാക്കണത് പിടിക്കാം. അല്ല എന്ന് കഴിക്കാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കണം. അങ്ങനെ അതൊരു കാരണം. പിന്നെ നമുക്ക് കേക്ക്, വാസ്തവത്തിൽ ഒരു കേക്ക് ഞങ്ങളിവിടെ ആൻസിൻ്റെ റം ആൻഡ് റൈസൻസ് അല്ലേ, ആ കേക്ക് മേടിച്ച് അപ്പം ഇവിടെ കട്ട് ചെയ്യണത് നിങ്ങൾ കണ്ടായിരുന്നു. അത് നമ്മൾ വാങ്ങിച്ചു. പിന്നെ നമ്മൾ കരോളിന് കൊടുക്കാൻ വേണ്ടി ഇവിടെയുള്ള ബേക്കറിയിൽ നിന്ന് പ്ലം കേക്ക് മേടിച്ചത്. റെസിഡൻസിൻ്റെ കരോളും വന്നു, പള്ളിയിൽ നിന്നും കരോളും വന്നു. എല്ലായിടത്തു നിന്നും കഴിച്ചു വന്നുകൊണ്ട് അവരൊക്കെ ഇച്ചിരിച്ച് പിള്ളേരൊക്കെ പിന്നെ എടുത്ത് കഴിക്കും, അത്രയൊക്കെ കഴിച്ചോളൂ കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. പിന്നെ കാലിന് വേദനയൊക്കെ ശമനമായി. എങ്കിലും ഡോക്ടർ പറഞ്ഞു കുറച്ച് നാളത്തേക്ക് അധികം സ്ട്രെയിനൊന്നും കാലിന് അങ്ങനെ കൊടുക്കണ്ട. പിന്നെ മഞ്ഞ് സമയമൊക്കെ അല്ലേ, അപ്പം ചിലപ്പോൾ വീണ്ടും മസിലിനൊക്കെ വേദന ഉണ്ടാവാനൊക്കെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ തുടങ്ങി ഓരോന്നെ തുടങ്ങുന്നു. അപ്പം സാധ്യതയുണ്ട്. അപ്പം കാലൊക്കെ ഇച്ചിരി കെയർ ചെയ്ത് നടന്നോ, കുറച്ച് എക്സസൈസൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, അതൊക്കെ ചെയ്തിരുന്നോ. അപ്പോൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് പരിപാടികളൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ വേദന വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒരുവിധം ഓക്കെ ആയി. അത് കാരണം ഒത്തിരി സംഗതികളൊന്നും ഞങ്ങൾ ഉണ്ടാക്കണില്ല. ഇതൊക്കെയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങളെ അത് ഷെയർ ചെയ്ത് കാണിക്കാം, എന്നാക്കിയാന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളെ കാണിക്കാം കേട്ടോ. ടേബിൾ സെറ്റ് ചെയ്ത് കഴിക്കുമ്പോൾ കാണിക്കാം. ഇത്രയൊക്കെയാണ് മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ 24-ാം തീയതിയാണ്, 25-ാം തീയതിയാണ് സംഭവം. നാളെയാണ് ദിവസം. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കഴിഞ്ഞാലല്ലേ അന്നത്തെ കാര്യം കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പം അങ്ങനെ ഒരു അവസ്ഥയിലല്ലേ എല്ലാവരും കടന്നു പോകണം. അപ്പോൾ ഇതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ വളരെ കുറച്ച് സാധനങ്ങൾ അതുകൊണ്ട് ഇത്തവണ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാന കാരണം. എൻ്റെ തന്നെ ഒരു കൂടപ്പുറപ്പ് അമ്മായിയുടെ മോൻ മരിച്ചിരിക്കുന്നു. വെറും 2 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ആ പിള്ളേരും അമ്മായിയും അവൻ്റെ മക്കളും അവൻ്റെ ഭാര്യയും അവൻ്റെ അനിയനും കുടുംബവും എല്ലാം വളരെ വിഷമത്തിലിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ ഒരുപാട് അത് ആഘോഷിക്കുന്നതോ ഇതോ ചെയ്യണതോ മാനസികമായിട്ട് എനിക്ക് അത്ര താല്പര്യവും ഇല്ല. അത് നിങ്ങൾ കൂട്ടിക്കോ. പിന്നെ നമുക്കൊരു ചെറിയ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി നമ്മൾ ക്രിസ്തുദേവൻ്റെ ജനനല്ലേ, അത് കൊണ്ട് നമ്മളൊരു സ്വല്പം അപ്പവും കറിയൊക്കെ ഉണ്ടാക്കി സ്വല്പം മധുരമൊക്കെ കഴിച്ച് നൊയമ്പ് വിടണമെന്ന് പറഞ്ഞാൽ 5 ദിവസം നൊയമ്പുള്ളെന്ന് ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ചെയ്യാമെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസ നേരുക കേട്ടോ. ഓക്കെ. ഇതിൽ ബില്ലല്ലേ? അപ്പോൾ ബില്ല് ടോട്ടൽ 901 രൂപ കേട്ടോ. 24-ാം തീയതി വൈകിട്ട് 9:40 രാത്രിയില്ലേ? നാളെ രാവിലത്തേക്ക് ഉണ്ടാക്കാനായിട്ട് പാലപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് അരി ഉഴുന്നെന്ന വയലു തന്നെ അരിയും തേങ്ങയും മാറ്റി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ അരയ്ക്കുക കേട്ടോ. അരച്ച് നമ്മൾ മിക്സ് ചെയ്ത് ഒരു ബൗളിലേക്ക് ഇട്ട് വെക്കും. എന്നിട്ട് രാവിലെ നമുക്ക് ചുടണം. രാത്രി 9:45 എല്ലാമൊക്കെ പോയി തുടങ്ങി സംസാരിക്കാനേ. അപ്പം ഇതിന് കറി ഉണ്ടാക്കണത് ബീഫ് പെരളനാണ്, അല്ലെങ്കിൽ കുറുമ എന്ത് വേണമെങ്കിലും പറയാം. തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടുള്ളത്. അപ്പം അത് ബീഫ് മസാലകളൊക്കെ ഇട്ട് ഉരുളക്കിഴങ്ങും എല്ലാ സംഗതികളും ഇട്ട് വേവിച്ച് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. രാവിലെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ചേർക്കും. അപ്പം ഇപ്പം പിഴിഞ്ഞ് ചേർത്ത് കഴിഞ്ഞാൽ കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തേക്ക് പിന്നെ ചൂടാക്കുമ്പോൾ ചാറ് തീരെ മൈക്രോവേവിൽ വെച്ച് ചൂടാക്കിയാൽ മതി. പിന്നെ എനിക്ക് സന്ധ്യ ഇപ്പം മടിയായി, അതുകൊണ്ട് ഞാൻ പിഴിഞ്ഞൊഴിച്ചിട്ടില്ല. രാവിലെയാണ്
പിഴിഞ്ഞ് ഒഴിച്ച് കറി ഫുൾ ഫോമിലാക്കണം കേട്ടോ. അതൊക്കെ നിങ്ങൾ വീഡിയോയിൽ പല ആവർത്തി ഇതിൻ്റെ മോഡലുകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം. ഇപ്പം അരച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ദേ ഒരു ട്രിപ്പ് അരച്ചു കൂട്ടോ. അതെ ഒഴിക്കുവാണേ. വെച്ചോ. ഇനി അടുത്ത ട്രിപ്പ് ഒന്നോടെ ഉണ്ടരയ്ക്കാൻ. ഇതിങ്ങോട്ടങ്ങ് മൂടി വയ്ക്കാം. പാലപ്പാലേ നമ്മൾ ഉണ്ടാക്കണം. എന്നാ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനാണ് ഇപ്പം ആട്ടിയേക്കണേ. ഏതായാലും അതിൻ്റെ മെഷർമെൻറ്റിൽ എടുത്തേക്കണത്. ഇത്തവണ പ്രേക്ഷകര് പറഞ്ഞ അപ്പത്തിന്റെ കൂടെയുള്ള കറിയാണ് നമ്മൾ. അതെ 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 അതെ. എല്ലാരും ഒന്നുമില്ല, ഒരു വ്യൂവറാ പറഞ്ഞേക്കണേ. പേര് ഞാൻ മറന്നുപോയി. പറഞ്ഞായിരുന്നു അത് ഉണ്ടാക്കമ്മേന്ന്. അത് തന്നെ ഉണ്ടാക്കണത് കേട്ടോ. എന്നാ പിന്നെ അത് തന്നെ ഇരിക്കട്ടെ. അതെ, അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാ അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാ അതിനു വേണ്ടി ബീഫ് റെഡിയാക്കി വെച്ചു. തേങ്ങാപ്പാല് ചേർത്താ മതി കേട്ടോ. ഇപ്പൊ ഞാനും നോക്കിയപ്പോ ചിക്കൻ അങ്ങനെ മേടിക്കല് കുറവാപ്പ. മട്ടൻ മേടിച്ചിട്ടുണ്ട്, പക്ഷെ മട്ടൻ എടുത്തില്ല. ഇവിടെ ലുലുവിന് മട്ടൻ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു സ്റ്റൂറിനുള്ള ഉദ്ദേശത്തിൽ. അപ്പം അത് എടുത്തിട്ടില്ല. അപ്പം ഇതിപ്പോൾ ബീഫ് മേടിച്ചിവിടെ ലോക്കൽ നമ്മുടെ ഇവിടെ നിന്ന് തന്നെ. അപ്പം അത് പകുതി എടുത്തേച്ച് അതിന് വേണ്ടി എടുത്ത് വെച്ചു. പകുതി റോസ്റ്റ് ചെയ്യാൻ ഓർത്തിരിക്കുക. അപ്പം അടുത്ത ട്രിപ്പ് ഇങ്ങോട്ട് അരക്കട്ടെ കേട്ടോ. ഈ ട്രിപ്പ് മാവും നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതേ 2 മാവും കൂടെ ഒന്നിച്ചങ്ങ് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒന്ന് കറക്കൂലേ? ഒരു കറക്കല്. അതാ വലിയ ബൗൾ എടുക്കായിരുന്നു, അത് ഓർത്തില്ല. അത് പൾസിലിട്ടാലും മതിയല്ലോ. മതി, ചുമ്മാ ഒരു സെക്കൻഡ് എപ്പൊ കൊണ്ടുവരാം. അതെന്തിനാന്ന് വെച്ചാൽ മിക്സ് ആവാനാ. കൈകൊണ്ട് ഇങ്ങനെ ഒതുക്കി ഇതാക്കിയാലും മതി. പക്ഷെ കൈകൊണ്ട് ചെയ്യണേലും നല്ലത് എപ്പോഴും ഇതിൽ തന്നെ ആകുമ്പോ പെട്ടെന്ന് അങ്ങ് ഇതായി കിട്ടൂലേ. അല്ലെങ്കിൽ കൈ ആകുമ്പോ കുറച്ചു നേരം ഇങ്ങനെ ഇത് കാണിച്ചോണ്ടിരിക്കണം. അതാ ഒരു സെക്കൻഡ്. ഇപ്പൊ ഒഴിക്കുവാട്ടോ. രണ്ടും കൂടെ ഒന്നും മിക്സ് ചെയ്ത് ഒരു സെക്കൻഡ് ഒന്ന് കറക്കിയത്. അതെ ജോയിന്റ് എന്ന് പറയരുത്, മിക്സായി. അതെ 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 അതെ. ഇത്രേ ഉള്ളു പരിപാടി. സംഭവം കഴിഞ്ഞു. ഇനി രാവിലെ ചൂടാൻ നേരത്ത് ഉപ്പും ചേർക്കണം, ഒരു സ്വല്പം പഞ്ചസാരയും ചേർക്കണം. ചേർത്തേച്ച് ചുട്ടെടുക്കുക. ഇത്രേ ഉള്ളു പരിപാടി. ഇത് ഇഷ്ടംപോലെ ചെയ്തേക്കണം കേട്ടോ. ഇഷ്ടംപോലെ എന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിയാൻ മേല. മീൻകറിയുടെ റെസിപ്പി പോലെ ഇഷ്ടം പോലെ. പിന്നെ നമ്മള് ഈവ് ആവുമ്പോ, ക്രിസ്മസ് ഈവ് ആവുമ്പോ കാണിക്കണമല്ലോ. അത്രേ ഉള്ളൂ നമ്മുടെ വീട്ടിലെ ആക്ടിവിറ്റീസ്. അത്രേ മാത്രമേ ഉദ്ദേശിച്ചോളൂ. നമുക്ക് മൂടി വെക്കാം പ്രാണി വീഴാതെ. ഇനി എത്ര മണിക്കൂർ എടുക്കും? അതൊക്കെ തണുപ്പിൻ്റെയൊക്കെ അനുസരിച്ചിരിക്കും. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എന്നു വെച്ചാൽ തണുപ്പുള്ളത് കൊണ്ട് ഇച്ചിരി വൈകി പൊങ്ങോളും. അതിന് രാവിലെ എങ്ങനെയാണെങ്കിലും 9 കഴിയാതെ കഴിക്കൂലല്ലോ. 9-9:30 രാവിലെ കഴിക്കുന്ന സമയം. അപ്പം അന്നേരത്തേക്ക് എന്തായാലും ആവും. കാരണം തണുപ്പുള്ളപ്പോൾ അപ്പം മാവ് പൊങ്ങി വരാൻ താമസമാണ്. വെയിലുള്ളപ്പോഴാണെങ്കിൽ ഒരു 5 മണിക്കൂറും കൊണ്ട് പൊങ്ങും. ഇതിപ്പം നമുക്കറിയാൻ മേല 5 മണിക്കൂറും കൊണ്ട് പൊങ്ങണ്ട. കാരണം ചൂടോടുകൂടി കഴിക്കണമെങ്കിൽ അത് ശരിയാവൂല്ലോ. ഇപ്പൊ പൊങ്ങി വരുമ്പോൾ നമുക്ക് ചൂടാം. അപ്പം കാണിക്കാം. ഇപ്പൊ ഓക്കെ. അപ്പൊ ഇനി ക്രിസ്മസ് ദിവസം കാണാം. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്.